ഹലോ എവരിവൺ, എൻ്റെ പേര് മനോജ് ഫിലിപ്പ്. ഇന്നത്തെ കണ്ടൻറ്റ് ഇൻലോസിനെ പറ്റിയാണ്. ഈ വീഡിയോ മെയിനായിട്ട് കല്യാണം കഴിച്ച് വർഷങ്ങളായിട്ട് കുടുംബജീവിതം നയിക്കുന്ന ആണുങ്ങൾക്കും അതുപോലെ തന്നെ മാരേജ് എന്താണെന്നറിയാതെ മാരേജ് എന്ന് പറഞ്ഞ ട്രാപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആണുങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ അമേരിക്കൻ ട്രിപ്പിലാണ് ശരിക്കും ആണുങ്ങളുടെ സഫറിങ്ങും സാക്രിഫൈസും ശരിക്കും മനസ്സിലാക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും UK-ലുമൊക്കെ ആണുങ്ങളുടെ ജീവിതം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ആണുങ്ങളെ വീട്ടുകാരും പെണ്ണുങ്ങളും പറ്റിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ സ്ത്രീകളുമായിട്ട് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇറങ്ങുമ്പോഴത്തേന് പ്രധാനപ്പെട്ട 9 കാര്യങ്ങളാണ് നമ്മൾ വീട്ടുകാരുടെ ഗേറ്റ് കിടക്കുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ടത്. ഈ 9 കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ അമേരിക്കയിൽ താമസിച്ചപ്പോഴാണ് ആണുങ്ങൾ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കയിൽ യാത്ര ചെയ്യുമ്പോഴത്തേനും വഴിയെ നമ്മൾ ഫുട്പാത്തിൽ കൂടെ നടക്കുമ്പോഴൊക്കെ ലക്ഷറി ആയിട്ടുള്ള ഒത്തിരി കാറുകളും വണ്ടികളും ഒക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഇങ്ങനെയാണ് അമേരിക്കയിലുള്ള മലയാളികളുടെ അവസ്ഥ, പ്രത്യേകിച്ച് ആണുങ്ങളുടെ. കാറ്റും വെയിലും മഴയും മഞ്ഞും എല്ലാം കൊണ്ട് പുറത്ത് കിടക്കുന്ന അവസ്ഥയാണ് പല മലയാളികൾക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ട്രാവൽ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ പോലെയല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഉള്ള നേഷനിൽ നമ്മൾ പോകുമ്പോഴത്തേന് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ എപ്പോഴും ഒരു 90% പെണ്ണുങ്ങളുടെ കയ്യിലാണ് പല കാര്യങ്ങളും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളെ പല രീതിയിലുള്ള ഗിമിക്സും ഒക്കെ കാണിച്ച് ആണുങ്ങളെ ട്രാപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അമേരിക്കയിലും യൂറോപ്പിലുമുള്ള പെണ്ണുങ്ങളുടെ ഒരു സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് മലയാളികളുടെ മെൻ ആർ ഫക്കിംഗ് ഫൂൾസ് ആൻഡ് ഡിസ്പോസിബിൾ എന്നാണ് അവരുടെ ഒരു തോന്നൽ. ഇപ്പം അമേരിക്കയിൽ നിന്നല്ല, ഇന്ത്യയിലാണെങ്കിലും ഉഗാണ്ടയിലാണെങ്കിലും എവിടെയാണെങ്കിലും പെണ്ണുങ്ങളുടെ ഒരു ബേസിക് നേച്ചറാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ 34-ാമത്തെ വയസ്സിലോ 38-ാമത്തെ വയസ്സിലോ 43-ാമത്തെ വയസ്സിലോ 50-ാമത്തെ വയസ്സിലോ ഒക്കെ ഒരു പ്രപ്പോസൽ വരുമ്പോഴത്തേന് അതെപ്പോഴും ഒരു ട്രാപ്പായിരിക്കും. അതുകൊണ്ട് ഒരു 34-നും 50-നും ഇടയ്ക്ക് വരുന്ന എല്ലാ പ്രപ്പോസലും പെണ്ണിൻ്റെ വീട്ടുകാരോ പെണ്ണിൻ്റെ ബന്ധത്തിലുള്ളവരോ ഒക്കെ ആണുങ്ങളുടെ വീട്ടിലേക്ക് പ്രപ്പോസലുമായിട്ട് വരുമ്പോഴത്തേന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗുണം പിടിപ്പിക്കാനായിട്ടല്ല അവർ വരുന്നത്. നമ്മുടെ അസറ്റും നമ്മുടെ സമാധാനവും നമ്മുടെ ആരോഗ്യവും ഒക്കെ കളയാൻ വേണ്ടി ഉള്ളൊരു ട്രാപ്പുമായിട്ടാണ് അവർ വരുന്നത്. അപ്പം നമ്മളാണ് അതിന് തടയിടേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വെറും ഡിസ്പോസിബിൾ സിറിഞ്ച് പോലത്തെ ഒരു അവസ്ഥയായിരിക്കും പല ആണുങ്ങൾക്കും അമേരിക്കയിൽ. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടും സിൻസിയറായിട്ടും ഒക്കെ നമ്മൾ പെണ്ണിനോടും പെണ്ണിൻ്റെ വീട്ടുകാരോടും ഒക്കെ ആത്മാർത്ഥമായിട്ട് ഇടപെട്ടിട്ട് ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് നമ്മളെ ഇറക്കി വിടുവർ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിളായിട്ടുള്ള ആണുങ്ങളെ ഇറക്കി വിട്ട ഒരു കുടുംബത്തിൽ നിന്ന് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അവരെപ്പോഴും നേരത്തെ ചെയ്ത കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മളാണ് ഓരോ കാര്യത്തിലും ഡോക്യുമെൻറ്റും റെക്കോർഡും ഉണ്ടാക്കേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ ഒരു കാര്യത്തിലും നമ്മൾ പറയുന്ന കാര്യത്തിലോ അവരുടെ മൂവ്മെൻറ്റ്സിലോ ഒന്നും നമ്മൾ വിശ്വസിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അത് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ഗിഫ്റ്റായിട്ടേ നമ്മൾ ചിന്തിക്കാവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിട്ടേണും പ്രതീക്ഷിക്കരുത്. അവർ നമ്മളെ ഏത് സമയത്തും എന്ത് കാര്യത്തിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടി നമ്മളെ തള്ളിപ്പറയുകയും അതുപോലെ തന്നെ നമ്മളെ എടുത്ത് പുറത്തിടുകയും ചെയ്യും. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ആണുങ്ങളെ എടുത്ത് തോട്ടിലെറിയാതിരിക്കണമെങ്കിൽ 9 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ പോയിന്റ്, നമ്മൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലോ ബിസിനസ്സിലാണെങ്കിലോ സെയിം IQ ലെവലും അതുപോലെ തന്നെ സെയിം ഫാമിലി വാല്യൂ ഉള്ള ആൾക്കാരുമായിട്ട് മാത്രമേ നമ്മൾ ഇടപെടാവുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ ട്രൂ പേഴ്സണാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ ഒരു വർഷമോ 2 വർഷമോ 3 വർഷമോ എടുക്കും. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാരേജ് പ്രപ്പോസൽ നമ്മൾ ഒരു പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേന് ആ വീട്ടിലെ ആണുങ്ങളുടെ റോൾ എന്താണെന്ന് നോക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു ആണുങ്ങളില്ലാത്ത, പ്രത്യേകിച്ച് അപ്പനോ ആങ്ങളമാരോ ഇല്ലാത്ത വീട്ടിൽ നമ്മൾ കല്യാണം ആലോചിച്ച് ചെല്ലുകയേ ചെയ്യരുത്. അത് പല രീതിയിലുള്ള ട്രാപ്പായിരിക്കും. അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രപ്പോസൽ ആണുങ്ങളുടേതാണെങ്കിലും പെണ്ണുങ്ങളുടേതാണെങ്കിലും 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. മെൻ്റൽ ഇൽനെസ്, അതുപോലെ തന്നെ സെക്ഷൽ റിലേഷൻഷിപ്പ്,
ടോക്സിക് ആൻഡ് അബ്യൂസീവ് ബിഹേവിയർ. ഈ 3 കാര്യങ്ങളും കൂടുതലായിട്ട് കണ്ടുവരുന്നത് പെണ്ണുങ്ങളിലാണ്. ദൈവകൃപയാൽ നമ്മൾ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ സ്ഥിരമായിട്ട് താമസിക്കുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴത്തേനുമൊക്കെ 3 ടൈപ്പ് പേഴ്സണാലിറ്റീസാണ് എക്സ്ട്രീമായിട്ട് നമ്മൾ കാണുന്നത്. ഒന്ന് മെൻ്റൽ ഇൽനെസ്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെക്ഷൽ പാർട്ട്നേഴ്സ്, അതുപോലെ തന്നെ ടോക്സിക് ആൻഡ് അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് അയാളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും പറയുന്നതാണ്. നമ്മൾ അമേരിക്കയിൽ സ്ഥിരമായിട്ട് താമസിക്കുമ്പോഴത്തേന് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലും ഇപ്പം നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റും ദേഹത്ത് പച്ച കുത്തുക. നമ്മൾ അമേരിക്കയിൽ ഒരു 50% കൂടുതൽ ആൾക്കാർ ആണും പെണ്ണും ദേഹത്ത് പച്ച കുത്തുകയും പ്രൈവറ്റ് പാർട്സിലൊക്കെ പച്ച കുത്തുകയും റിങ്സ് ഇടുകയും അതുപോലെ തന്നെ മൂക്കിലൊക്കെ റിങ്സ് ഇടുക, അതുപോലെ തന്നെ ചെവിയിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കിഴുത്തകൾ ഇടുക. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് അവേ 100% നമുക്ക് കൺഫേം ചെയ്യാം ഇവർക്ക് ഇല്ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പ് ജീവിതത്തിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് അവരുടെ ദേഹത്ത് ഓരോ സാധനങ്ങൾ കുത്തിവെക്കുകയും പച്ച കുത്തുകയൊക്കെ ചെയ്യുന്നത്. ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ ആണായാലും പെണ്ണായാലും നമ്മൾ അവരിൽ നിന്ന് മാറി നിൽക്കുക. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ മാറേണ്ടി വരും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇന്ന് റിലേഷൻഷിപ്പിൽ കൂടെ ഒരു 100 പേരെടുത്താൽ 80 പേരും ആണുങ്ങളാണ് തട്ടിപ്പോകുന്നതും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഫിസിക്കലും മെൻ്റലും അതുപോലെ തന്നെ ഫിനാൻഷ്യലും ട്രബിളും വരുന്നത്. പെണ്ണുങ്ങൾ അവർ എന്ത് പ്രശ്നമാണെങ്കിലും ഇപ്പം ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെണ്ണിനോടോ പെണ്ണിൻ്റെ വീട്ടുകാരോടോ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എടുത്തു വായിക്ക് പറയുന്നത് ഒന്നിൽ അവൻ പെൺപിടിയാണ്, അല്ലെങ്കിൽ വെള്ളപിടിയാണ്, അല്ലെങ്കിൽ കഞ്ചാവാണ്. പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല നല്ല ആണുങ്ങളും പല അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽപ്പെട്ട് പെൺവീട്ടുകാരും പെണ്ണുങ്ങളും കൂടി ഈ ആണുങ്ങളെ വേറൊരു രീതിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. പലർക്കും ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ആണുങ്ങളുടെ ആരോഗ്യം പോകുന്നു, മാനനഷ്ടം, ധനനഷ്ടം, ഇതൊക്കെയാണ്. പെണ്ണുങ്ങൾക്കൊന്നും കുഴപ്പമില്ല. പെണ്ണുങ്ങൾ അടുത്ത ആളെ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഓരോ പ്രശ്നങ്ങൾ ചെയ്യുന്നത്. അപ്പം അവർ നാച്ചുറലായിട്ട് അവർ അടുത്ത ആളെ കണ്ടുപിടിക്കും. പാവപ്പെട്ട ആണുങ്ങൾ മാത്രമാണ് ഇടയ്ക്ക് കിടന്ന് സഫർ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഒരു മാരേജ് പ്രപ്പോസലുമായിട്ട് ചെല്ലുമ്പോഴത്തേന് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരെ പലരെയും കാണുന്നത് ജയിലിൽ കിടക്കുന്നവരെയല്ല, പുറത്ത് നിൽക്കുന്നവരെയാണ്. ഈ പുറത്ത് നിൽക്കി ഇന്റർനാഷണൽ ക്രിമിനൽസ് ഒക്കെ കാണിച്ചിട്ട് ഒരു പ്രശ്നമില്ലാതെ കള്ളവും പറഞ്ഞ് കള്ളത്തരവും കാണിച്ച് മറ്റുള്ളവരെ സ്വാധീനിച്ചുമൊക്കെ പല ക്രിമിനൽസും ഇന്ന് പുറത്ത് നിൽപ്പുണ്ട്. പല വീടുകളിലും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വളർത്തുന്നത് അവരുടെ തെറ്റുകൾ ചെയ്യുന്നത് തിരുത്താതാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ കൊച്ചു പിള്ളേരെ, ആൺപിള്ളേരെയും പെൺപിള്ളേരെയൊക്കെ ചെറിയ ചെറിയ തെറ്റുകളും കള്ളത്തരങ്ങളും ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്യും. അവരുടെ ചെറിയ പ്രായമല്ലേ, അവർ വലുതാകുമ്പോൾ അത് ശരിയാവുന്നത്. പക്ഷേ നല്ല തരത്ത് ജനിക്കാത്ത ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അവരുടെ ഏജ് കൂടുന്തോറും കള്ളത്തരങ്ങൾ കാണിക്കുന്നത് കൂടി വരും. റിലേഷൻഷിപ്പിന്റെ കാര്യം വരുമ്പോഴത്തേന് അമേരിക്കൻ സിറ്റിസനെ നമ്മൾ കല്യാണം കഴിക്കുമ്പോഴത്തേന് പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇന്റർനാഷണൽ ട്രാപ്പ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വഭാവവും രീതികളും മാറ്റി അമേരിക്കയിൽ ചെല്ലുമ്പോഴത്തേന് പുതിയ രീതിയിലുള്ളൊരു അണ്ടർവെയറും ബനിയനും കിട്ടും, തുളയുള്ള, അതെടുത്ത് മേടിച്ചിടുക. ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഒരു വിചിത്രമായ ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ പെണ്ണുങ്ങളോടോ പെണ്ണുങ്ങളുടെ വീട്ടുകാരോടോ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ പറ്റിയോ അല്ലെങ്കിൽ പ്രസൻറ്റ് അവർ കാണിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊന്നും അറിയത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് അവർ ജീവിക്കുന്നത് അവർക്കൊരു റിലേഷൻഷിപ്പും ഇല്ലാത്ത രീതിയിലാണ് അവർ ജീവിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഒരു വോയിസും ഇല്ലാത്ത രീതിയിൽ അവരാക്കി തീർക്കുവാണ്. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നൊരു പ്രപ്പോസൽ വരുമ്പോഴത്തേന് പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ നേഴ്സുമാരും അതുപോലെ IT പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരും നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ ബിസിനസ് ട്രിപ്പ് എന്ന് പറഞ്ഞ് വീടുകളിൽ നിന്ന് 2-3 ദിവസത്തേക്ക് ട്രിപ്പ് പോകുന്ന പെണ്ണുങ്ങളെയൊക്കെ സൂക്ഷിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അബദ്ധവശാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിൽ കിടക്കുന്ന ഊബർ ടാക്സിയുടെ ഒരു അവസ്ഥയാകും നിങ്ങൾക്ക്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കസ്റ്റമേഴ്സും വന്നും കയറിയും പോകും. അത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ മേലാത്തൊരവസ്ഥയാകും. പിന്നെ നിങ്ങൾ അമേരിക്കയിൽ പിന്നെ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തോക്ക് കൈവെക്കാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ സ്വഭാവം മാറ്റി വേറെ ഏതെങ്കിലും രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സത്യം പറയത്തില്ല ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി. ആണുങ്ങളെല്ലാം ഇവർ കാണിക്കുന്ന
എല്ലാ രീതിയിലുള്ള ഗിമിക്സും കണ്ട് മിണ്ടാതെ എവിടെയെങ്കിലും ഇരിക്കണമെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ഇവരുടെ സൗകര്യത്തിന് നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇവർക്ക് വേണ്ടി ഇവർ പറയുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നമ്മൾ പ്രത്യേകിച്ച് അങ്ങോട്ടൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കരുത്. അങ്ങനെയാണ് പല ആണുങ്ങളും അമേരിക്കയിൽ താമസിക്കുന്നത്. മാരേജ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴത്തേന് ആണുങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോഴത്തേന് സ്ത്രീകളുടെ ഏജ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിനെയും ആണിനെയും സൃഷ്ടിച്ചേക്കുന്ന ഒരേ രീതിയിലല്ല. പെണ്ണുങ്ങൾക്ക് 18-നും 30-നും ഇടയ്ക്ക് ശരീരത്തും മനസ്സിലും അതുപോലെ തന്നെ അവർക്ക് പല രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു കാലഘട്ടമാണ്. അവർ സ്ത്രീ എന്നുള്ള ഭാവത്തിൽ നിന്ന് പുരുഷ സ്വഭാവത്തിലേക്ക് കയറുന്ന ഒരു ഏജാണ് 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ മാരേജ് എന്ന് പറഞ്ഞ ഒരു ലോങ് ടൈം കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ എപ്പോഴും ആണുങ്ങൾ 30 വയസ്സിൽ താഴെയുള്ള സ്ത്രീകളെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ പ്രശ്നമല്ല, പെണ്ണുങ്ങൾ ഒരു 18-നും 30-നും ഇടയ്ക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ചെന്ന് ചാടും. അപ്പം പലരുടെയും ജീവിത കഥകളും പലരുടെയും ജീവിത പ്രശ്നങ്ങളും ഇവരുടെ ശരീരത്തും മനസ്സിലും ലോഡഡ് ആണ്. അടുത്ത 7ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇൻലോസ്. നമ്മളിന്ന് മാരേജിൽ ഒരു 80% ആൾക്കാരുടെ സഫറിങ്ങും മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ബ്രേക്കപ്പും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ട്രബിളും എല്ലാം വരുന്നത് ഇൻലോസിനെ കൊണ്ടാണ്. ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയുടെ ഓർബിറ്റിലാണ് ജനനം തൊട്ട് ഒരു 30 വയസ്സ് വരെ ആ പെൺകുട്ടിയുടെ ജീവിതം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30-37 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ പെണ്ണുങ്ങൾക്ക് ശരിക്കും ബുദ്ധി തെളിയത്തുള്ളൂ. അതുവരെ അമ്മയും അമ്മയുടെ വീട്ടുകാരും പെണ്ണുങ്ങളെ ചുറ്റിപ്പറ്റി സറൗണ്ടിങ്സിൽ നിൽക്കുന്ന ആൾക്കാരുടെയും അഡ്വൈസ് കേട്ടാണ് പല പെണ്ണുങ്ങളും ഈ ലോകത്ത് മുമ്പിലോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ കല്യാണം ആലോചിക്കുമ്പോഴത്തേന് പെണ്ണിനെ പറ്റിയും പെണ്ണിൻ്റെ അപ്പൻ്റെ വീട്ടുകാരെ പറ്റിയുമല്ല ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങളും നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാകത്തുള്ളൂ. പെണ്ണിൻ്റെ അമ്മയെയും അമ്മയുടെ വീട്ടുകാരെ പറ്റിയാണ് കറക്റ്റായിട്ട് വിശകലനം ചെയ്യേണ്ടത്. നമ്മുടെ ഇൻലോസ് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ഫിനാൻഷ്യൽ ട്രബിളും മാരേജ് ബ്രേക്കപ്പും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പും എല്ലാം സംഭവിക്കും. നമ്മളൊരു വീട്ടിൽ കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോഴത്തേന് ആ വീട്ടിൽ ജനിച്ച മുറയ്ക്കാണോ കല്യാണം നടന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പല വീടുകളിലും പെണ്ണുങ്ങളെ കെട്ടിക്കുന്നത് ചിലപ്പോൾ മൂത്തതിനെ നിർത്തിയിട്ട് ഇളയതിനെ കെട്ടിക്കും, അല്ലെങ്കിൽ മൂത്തതിനെ ഇളയതിനെയും കെട്ടിക്കും, മിഡിലുള്ളതിനെ കെട്ടിക്കത്തില്ല. പ്രത്യേകിച്ച് അമേരിക്കയിൽ നേഴ്സുമാരായിട്ടുള്ള പെണ്ണുങ്ങളെയൊക്കെ പലയിടത്തും നേർച്ചക്കോഴികളായിട്ടാണ് വളർത്തുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും പെട്ടുപോകും. ഇങ്ങനെ വളർത്തുന്ന പെണ്ണുങ്ങളെ നമ്മൾ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും ഉത്തരവാദിത്വം ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കാശിനോട് മാത്രമേ ഉള്ളൂ അവർക്ക് ഉത്തരവാദിത്വം. നമ്മൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പം ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ ഇവർ ആരുടെ കൂടെയെങ്കിലും പോയാലോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഭർത്താക്കന്മാരില്ലെങ്കിലും ഒന്നും അവർക്ക് പ്രശ്നമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോ സ്റ്റേജിലും അവരുടെ അസറ്റും കാര്യങ്ങളും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം മൂത്തതിനെ നിർത്തി ഇളയതിനെ കെട്ടിക്കുക, അല്ലെങ്കിൽ മൂത്തതിനെ ഇളയതിനെ കെട്ടിക്കുക, മിഡിലുള്ളതിനെ നിർത്തുക. ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ഈ കെട്ടി വരുന്ന ആണുങ്ങളായിരിക്കും ആ വീട്ടിൽ മജിസ്ട്രേറ്റ്. ഓക്കെ, അപ്പം അവന്മാരായിരിക്കും ഇവളുമാരുടെ ഏറ്റവും വലിയ നാശത്തിന് കാരണം. ഓക്കെ, അപ്പം നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം ഒരു കല്യാണം ആലോചിക്കുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള പല പെണ്ണുങ്ങളും തടവറയിലാണ്, പ്രത്യേകിച്ച് നേഴ്സുമാർ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അമ്മയുടെയോ അമ്മയുടെ ആങ്ങളയുടെയോ അല്ലെങ്കിൽ അനിയത്തിയുടെയോ അനിയത്തിയുടെ ഭർത്താവിൻ്റെയോ ഒക്കെ നിയന്ത്രണത്തിലാണ് അവരുടെ ജീവിതം ഒരു സ്റ്റേജ് വരെ മുമ്പിലോട്ട് പോകുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ പ്രപ്പോസൽ അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എക്സ്പേർട്ടാണ് ഡോക്യുമെൻറ്റ് മാനിപ്പുലേഷനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ചീറ്റിങ്ങിനും. അപ്പം നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഇവരുമായിട്ടൊക്കെ ഇടപെടുന്നത്. അതുപോലെ ലാസ്റ്റായിട്ട് റിലേഷൻഷിപ്പിൽ കള്ളത്തരങ്ങൾ പറയുക, കള്ളത്തരങ്ങൾ കാണിക്കുക. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഇന്നത്തെ കുടുംബജീവിതം എല്ലാം തോട്ടിലാകുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ നാക്കെടുത്ത കള്ളവേ പറയത്തുള്ളൂ. കള്ളവും കള്ളത്തരവും കാണിച്ച് ആണുങ്ങളെയൊക്കെ വോയിസ് ഇല്ലാതെ മൂലക്കിരുത്തി പഠിപ്പിച്ച ഒരു കുടുംബത്തിൽ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെണ്ണും
ഇത് കണ്ടാണ് പഠിച്ചിരിക്കുന്നത്. അപ്പം അവരും അത് കാണിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പം നമ്മുടെ ഇൻലോസ് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതം പ്രോപ്പറായിട്ട് മുമ്പിലോട്ട് പോകത്തില്ല. പിന്നെ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിവതും മലയാളികളെ കെട്ടാതിരിക്കുക. മലയാളികൾ അവരെ നമുക്ക് യാതൊരു രീതിയിലും പറഞ്ഞ് മനസ്സിലാക്കാനോ നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാനോ പറ്റത്തില്ല. പെണ്ണുങ്ങളുടെ ഒരു ബേസിക് നേച്ചറാണ് ആണുങ്ങളുടെ ആരോഗ്യത്തിനോ ആണുങ്ങളുടെ സമയത്തിനോ ആണുങ്ങളുടെ സാക്രിഫൈസിനോ ഒരു വിലയും ഇവർ കൽപ്പിക്കുന്നില്ല. അഥവാ ഇവർ കൽപ്പിച്ചിട്ടുണ്ട് ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ഒരു ഡിസ്പോസിബിൾ ഐറ്റമായിട്ട് ഇവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സമയത്തിനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ലക്ഷ്യത്തിലും ഇമ്പോർട്ടൻസ് കൽപ്പിച്ചുകൊണ്ട് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ അമേരിക്കയിൽ നിന്നല്ല, നാട്ടിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും പെണ്ണുങ്ങളെ കെട്ടുമ്പോഴത്തേനും പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുമ്പോഴത്തേനും പ്രേമിച്ച് നടക്കുമ്പോഴത്തേനൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ അമേരിക്കയിലാണെങ്കിലും ഉഗാണ്ടയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പെണ്ണുങ്ങൾ ആണുങ്ങളെ ചീറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ പറ്റിയോ അല്ലെങ്കിൽ പ്രസൻറ്റ് റിലേഷൻഷിപ്പിനെ പറ്റി ഒരു 24 മണിക്കൂർ മുമ്പ് നടന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അവരോട് ആ കാര്യം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ എന്ന് ചിലപ്പോൾ നമ്മളോട് പറയും. ഇങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ നിന്ന് വിട്ടു പോകാൻ ഇഷ്ടമില്ലാത്തവരാണ്. അല്ലാത്തവർ നമ്മളോട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ഒരു റിലേഷൻഷിപ്പിൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതെ നമ്മൾ മുമ്പിലോട്ട് പോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആണുങ്ങൾ പറയുന്ന കേട്ട് ആണുങ്ങളുടെ രീതിയിൽ പോകാത്ത ഒരു കല്യാണവും സക്സസ്ഫുൾ ആയിട്ട് മുമ്പിലോട്ട് പോയിട്ടില്ല.